ഇന്നലെ ഉണ്ടായിരുന്നു, ഇന്നത് കാണുന്നില്ല. ഇത്താത്ത അത് മുക്കിക്കളഞ്ഞു. ഞാൻ വെറുതെ വിട്ടിരുന്ന് പറയുകയല്ല. കേരളത്തിലെ ജനങ്ങളെ ഒന്നടങ്കം പറ്റിക്കുന്ന ഒരു സെലിബ്രിറ്റി സജിന, ഫിറോസ് സജിന. ഇവരെ എനിക്ക് സുപരിചിതം ബിഗ് ബോസ് എന്ന റിയാലിറ്റി ഷോ വഴിയാണ്. ഈ സജിന എന്തോ മോഡലോ സീരിയൽ ആക്ട്രസ് ആണെന്നോ അങ്ങനെയൊക്കെ പറയുന്നുണ്ട്. പക്ഷെ ഞാൻ ഇവരെ എങ്ങും കണ്ടിട്ടില്ല, കാരണം ഞാൻ സീരിയൽ ഒന്നും കാണാറില്ലടേ. അപ്പോൾ കാര്യത്തിലേക്ക് വരാം. ഇവരുമായി ബന്ധപ്പെട്ട കോൺട്രവേഴ്സികൾ നിങ്ങളിൽ ഭൂരിഭാഗം ആളുകളും കുറച്ച് നാളുകളായി കേൾക്കുന്നുണ്ടല്ലോ. സജിന ഫിറോസ്, ബിഗ് ബോസിൽ ഇവർ 2 ഇണക്കുരുവികളായിരുന്നു. ബിഗ് ബോസ് കഴിഞ്ഞ് പുറത്തിറങ്ങി കുറച്ചു കാലം കഴിയുമ്പോഴത്തേക്ക് ഇണക്കുരുവികൾ പിരിയുന്നു. ഈ ബിഗ് ബോസിൽ ഉണ്ടാകുമ്പോൾ തന്നെ സജിനയ്ക്ക് നമ്മുടെ റസൂൽ പൂക്കുറ്റിയായിട്ട് ചെറിയൊരു കണക്ഷൻ ഉണ്ടായിരുന്നു എന്നാണ് ഇപ്പൊ അറിയാൻ സാധിക്കുന്നതേ. ഇന്നലെ ഒരു പോസ്റ്റൊക്കെ ഇട്ടിട്ടുണ്ടായിരുന്നു, അത് സ്റ്റോറിയാക്കി സജിന ഇട്ടിട്ടുണ്ടായിരുന്നു. ഇപ്പൊ അതൊന്നും അവിടെ ഇല്ല. മുക്കി. എന്തുകൊണ്ട് മുക്കി? റസൂൽ പൂക്കുറ്റി ചേട്ടൻ വിളിച്ച് ഭീഷണിപ്പെടുത്തിയോ? പ്രിയപ്പെട്ടവരെ, ഒരുപാട് കാര്യങ്ങൾ നിങ്ങളോട് പറയാനുണ്ടേ. അപ്പം ആദ്യം തന്നെ എല്ലാവർക്കും എൻ്റെ വീഡിയോയിലേക്ക് സ്വാഗതം. എൻ്റെ ചാനൽ ആദ്യമായിട്ട് കാണുന്ന ആരെങ്കിലും ഒക്കെ ഇവിടെ ഉണ്ടെങ്കിൽ ഒന്ന് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, വീഡിയോയ്ക്ക് എല്ലാവരും ലൈക്ക് തരിക. കമന്റ് ബോക്സ് ഉണ്ട്, നിങ്ങളുടെ അഭിപ്രായങ്ങൾ അവിടെ രേഖപ്പെടുത്തുക. കൂടാതെ കമന്റ് ബോക്സിന്റെ തൊട്ടപ്പുറം ഹൈപ്പ് എന്നൊരു ഓപ്ഷൻ കാണാൻ സാധിച്ചാൽ അവിടെയും ധൈര്യപൂർവ്വം അങ്ങോട്ട് ക്ലിക്ക് ചെയ്യുക. ഇനി നമുക്ക് കാര്യത്തിലേക്ക് വരാം. ഒന്നേന്നും പറഞ്ഞു തുടങ്ങാം. ഒരു പോസ്റ്റ് അത് സ്റ്റോറിയാക്കി ഇട്ടതാണ് ദാ ഇവിടെ ഞാൻ കാണിച്ചിരിക്കുന്നത്. 9 വീക്ക് എന്ന് പറഞ്ഞ് ഒരു വയറിന്റെ ഫോട്ടോ അവിടെ ഉണ്ട്. മേളിലായിട്ട് റസൂൽ പൂക്കുറ്റിയും സജിന ചേച്ചിയും കെട്ടിപ്പിടിച്ചിരിക്കുന്ന ഫോട്ടോ കണ്ടല്ലോ. ഇത് കാണുമ്പോൾ എല്ലാവരുടെയും മനസ്സിലേക്ക് എന്തായിരിക്കും വരുന്നത്? സജിന 9 മാസം 9 വീക്ക്, അതായത് 2 മാസം പ്രഗ്നന്റ്, കൊച്ചിന്റെ അപ്പൻ റസൂൽ പൂക്കുറ്റി എന്നല്ലേ എല്ലാവരും ചിന്തിക്കുകയുള്ളൂ. ഭൂരിഭാഗം ആളുകളും അങ്ങനെ ചിന്തിക്കുകയുള്ളൂ. ചേച്ചിക്ക് വേണ്ടിയിരുന്നതും അതാണ്. എന്നാൽ ഇതിനകത്ത് വേറൊരു കളിയുണ്ട്. ഈ സജിന എന്ന് പറയുന്ന വ്യക്തി ഒരു ഹണി ട്രാപ്പുകാരിയാണ് എന്നൊക്കെ ഇങ്ങനെ ഒരു കരക്കമ്പി കേട്ടു. അതുകൊണ്ട് മാത്രമാണ് ഈ വയറിന്റെ ഫോട്ടോ കാണിച്ചിട്ട് മേളിൽ ചേട്ടനുമായിട്ടുള്ള ഫോട്ടോ ഇങ്ങനെ ഇട്ടത്. ചേട്ടനെ ഭീഷണിപ്പെടുത്താൻ, ചേട്ടനോട് ഏതാണ്ട് 2-3 കോടി രൂപയൊക്കെ ചോദിച്ചിട്ടുണ്ട് എന്നൊക്കെ ഇങ്ങനെ കേട്ടു. സത്യമാണോ സജിന ചേച്ചി? അല്ല, ചേച്ചി ഒരു 1-2 മാസങ്ങൾക്ക് മുമ്പ് വന്നിരുന്ന് വേറെ വേറെ കഥകൾ പറയുന്നുണ്ടായിരുന്നല്ലോ. എന്തിനാണ് ആ മനുഷ്യനെ പിടിച്ചിങ്ങോട്ട് ഇറങ്ങുന്നത്? ഫിറോസിക്കയുടെ ഒരുപാട് കുൽസിതങ്ങളുണ്ട്, എല്ലാം എനിക്കറിയാം, ഞാൻ തെളിവുകൾ സഹിതം തരാം. ഇതൊക്കെ പറഞ്ഞ ചേച്ചി ഇപ്പൊ എന്തു ഈ കാണിക്കുന്നത്? അല്ല, എന്താ നിങ്ങളുടെ ഉദ്ദേശം? അല്ല, നിങ്ങൾ ഈ റസൂൽ പൂക്കുറ്റി എന്ന് പറയുന്ന ആളുടെ ഭാര്യയൊന്നും അല്ലല്ലോ. അയാൾക്ക് വേറെ ഭാര്യയും പിള്ളേരും ഉണ്ടെന്നാണ് എൻ്റെ അറിവ്. അപ്പൊ ഇതിപ്പോ ഈ വഴി കൂടെ ഏതെങ്കിലും വേറെ മറ്റേ ചുറ്റി വളഞ്ഞുള്ള ആ വഴി കൂടെ ഉണ്ടായതാണെങ്കിൽ, മനസ്സിലായോ? അതിവിടെ പബ്ലിക്കായിട്ട് കല്യാണമൊന്നും കഴിച്ചിട്ടില്ല, ഇങ്ങനെ കാണിക്കുന്നതിനോട് നിങ്ങൾ എന്താ ഉദ്ദേശിക്കുന്നത്? നിങ്ങൾ എന്താണെന്ന് നിങ്ങൾ ജനങ്ങൾക്ക് കാണിച്ചു തരിക. മനസ്സിലായോ? ഈ ഫിറോസ് എന്ന് പറയുന്ന ആളുമായിട്ട് ഡിവേഴ്സ്ഡ് ആണോ? എനിക്കറിയില്ല, അതിന്റെ ഡീറ്റെയിൽസ് അറിയാത്തതുകൊണ്ട് ഞാൻ സംസാരിക്കുന്നില്ല. എൻ്റെ അറിവിൽ അവർ ഡിവേഴ്സ്ഡ് അല്ലെന്നാ. അതിന്റെ പ്രൊസീജിയർ എന്തോ നടന്നുകൊണ്ടിരിക്കുന്ന കണ്ടല്ലേ ഉള്ളൂ. അങ്ങനല്ലേ? അതോ ഇനി ഡിവേഴ്സ്ഡ് ആയോ? വോട്ടെവർ, ഡിവേഴ്സ്ഡ് ആയെങ്കിൽ തന്നെ എൻ്റെ അറിവിൽ നമ്മുടെ റസൂൽ പൂക്കുറ്റി ഡിവേഴ്സ്ഡ് എന്തായാലും അല്ല. നിയമപരമായിട്ട് നിങ്ങളും റസൂൽ പൂക്കുറ്റിയും കല്യാണം കഴിച്ചിട്ടുമില്ല. അങ്ങനത്തെ ഒരു സാഹചര്യത്തിൽ ഇങ്ങനത്തെ ഒരു പോസ്റ്റും കൊണ്ടൊക്കെ ഇറങ്ങുമ്പോൾ നിങ്ങൾ എന്താണ് ചിന്തിക്കുന്നത്? ഞങ്ങൾക്ക് മനസ്സിലാവുന്നത്, സാധാരണക്കാർക്ക് മനസ്സിലാവുന്നത് 2 രീതിയിലാണ്. ഒന്ന്, നിങ്ങൾ നിങ്ങളുടെ സന്തോഷം അങ്ങോട്ട് പങ്കുവെക്കുന്നു. മറ്റൊന്ന്, ഒരു ഭീഷണി. അത് എന്തുകൊണ്ടാണ് ഞാൻ പറയാൻ കാരണം എന്ന് വെച്ചാൽ, ഇവര് ഈ പോസ്റ്റ് ഇട്ടപ്പം നമ്മുടെ റസൂൽ പൂക്കുറ്റി അണ്ണനെ പിടിച്ചിട്ട് ടാഗ് ചെയ്തിട്ടുണ്ടായിരുന്നു. കുറച്ച് കഴിഞ്ഞപ്പോൾ ആ ടാഗ് അങ്ങോട്ട് മാറ്റി. എനിക്ക് തോന്നുന്നു പുള്ളിയുടെ സൈഡിൽ നിന്ന് റിമൂവ് ചെയ്തതായിരിക്കും. അത് കഴിഞ്ഞതാ ഇന്നലെ രാത്രിയോ വൈകിട്ടോ എങ്ങാണ്ട് ഇട്ട പോസ്റ്റാണ്. ഇന്ന് രാവിലെ നോക്കാൻ നേരത്തെ ആ പോസ്റ്റ് അവിടെ ഇല്ലടേ, മുക്കിക്കളഞ്ഞു. അതിലേക്കൊക്കെ നമുക്ക് പോകാം. അതിനു മുമ്പ് റസൂൽ പൂക്കുറ്റി ഒരു കാര്യം പറയുന്നുണ്ട്, നമുക്ക് അത് കേൾക്കാം. എന്നിട്ട് സജന ചേച്ചി പണ്ട് പറഞ്ഞു വെച്ചിരിക്കുന്ന കുറേ കാര്യങ്ങളുണ്ട്, അതുമൊക്കെ നിങ്ങൾ കേൾക്കണം. അതിനു മുമ്പ് ഇത് കേട്ടോ. നമ്മളൊരു കുടുംബത്തിൽ താമസിച്ചിരുന്നെങ്കിൽ നമുക്ക് പലപ്പോഴും നമ്മുടെ കുട്ടികൾ എന്ത് ചെയ്യുന്നു, അവരെ എങ്ങനെ ശാസിക്കണം, അല്ലെങ്കിൽ അവിടെ ഏതുവരെ ശാസിക്കണം, എന്താണ് അവരോട് പറയേണ്ടത്, ഓരോ ലെവലിൽ കഴിഞ്ഞു പോകുമ്പോഴും. അപ്പോൾ വീട്ടിലൊരു മുതിർന്ന ആളില്ലാത്തതിൻ്റെ ഒരു കുഴപ്പം നമുക്ക് പലപ്പോഴും എനിക്ക് അനുഭവപ്പെട്ടിട്ടുണ്ട്. അതായത് നമുക്ക് അപ്പോൾ ആ കുട്ടികൾക്ക് അവരുടെ മുത്തച്ഛനോ ഉണ്ടെങ്കിൽ അവർ നമ്മളോട് ഷെയർ ചെയ്യാത്ത കാര്യം പക്ഷേ അവരോട് ഷെയർ ചെയ്യും. തീർച്ചയായിട്ടും. അപ്പോൾ അവർ നമ്മളെക്കാൾ പ്രായമുള്ളത് കൊണ്ടും അനുഭവ സമ്പത്തുള്ളത് കൊണ്ടും അവർ പ്രത്യേകമായ രീതിയിൽ അവരെ ഗൈഡ് ചെയ്യും. തീർച്ചയായിട്ടും.
അതില്ലാത്തതൊരു വലിയ നഷ്ടമായിട്ട് എനിക്ക് തോന്നിയിട്ടുണ്ട്. അപ്പം പല സമയങ്ങളിലും എസ്പെഷ്യലി നമ്മൾ കോവിഡൊക്കെ ഉണ്ടായപ്പോഴും മോൻ 10ാം ക്ലാസ്സിൽ പഠിക്കുന്നു, വീട്ടിലിരിക്കുകയാണ്, ഡിവൈസിലിരിക്കുകയാണ്, 2 വർഷത്തോളം അങ്ങനെ പോയി. അവൻ ഈസ് കോവിഡ് ബാച്ച്, എക്സാം എഴുതിയിട്ടില്ല 10ൽ. അപ്പോൾ അങ്ങനെയൊക്കെ ഒരുപാട് ഫ്രസ്ട്രേഷൻ ഒക്കെ ഉണ്ടാകുന്ന സമയത്തിൽ എങ്ങനെയാണ് ഇവർ ഡീൽ ചെയ്യുക എന്നുള്ളത്. കുടുംബത്തെ ഇത്രയും സ്നേഹിക്കുന്ന ഒരു വ്യക്തിയാണോ റസൂൽ പൂക്കുറ്റി ചേട്ടാ നിങ്ങൾ? അല്ല, അങ്ങനെയുള്ളൊരു വ്യക്തി, കല്യാണം കഴിച്ച് 2 പിള്ളേരുണ്ട്, ഭാര്യയുണ്ട്, അങ്ങനെ ഇരിക്കുന്ന ഒരു വ്യക്തി ഈ പുറത്ത് ഈ പരിപാടിക്ക് പോകുന്നത് തെറ്റല്ലേ? സജിന പറഞ്ഞ കണക്കിന് നിങ്ങളുടെ ആണെങ്കിൽ നിങ്ങൾ ആ ചെയ്തത് തെമ്മാടിത്തരമല്ലേ? കുടുംബത്തെ സ്നേഹിച്ച ഒരാൾക്ക് ഇങ്ങനത്തെ ഒരു പരിപാടിയൊക്കെ ചെയ്യാൻ പറ്റുമോ? പറ്റുമായിരിക്കുമല്ലേ? ഓരോ സമയത്തെ മൂക്കലിന്റെ പുറത്ത് കാണിക്കുന്നതാണല്ലോ ഓരോന്ന്. അല്ല, അങ്ങനെ ചെയ്തതാണെങ്കിൽ ഒരു കാരണവശാലും നിങ്ങളെ നമുക്ക് സപ്പോർട്ട് ചെയ്യാൻ പറ്റത്തില്ല, കാരണം ചെയ്തത് തെമ്മാടിത്തരവാ. അതുപോലെ തന്നെ സജിന ചേച്ചി, അയ്യോ ഇത്താ, നിങ്ങളെ എടുത്ത് തല വെക്കാൻ പറ്റത്തില്ല, കാരണം നിങ്ങൾക്കും ഒരു ബോധമില്ല. നിങ്ങൾക്ക് ഓൾറെഡി ഒരു കുഞ്ഞുണ്ട്, രണ്ടാമത്തെ ആളും കണ്ടല്ലേ ഫിറോസ്, വീണ്ടും അടുത്ത ആള് റസൂൽ പൂക്കുറ്റി, അതും അയാൾക്ക് ഫാമിലി ഉണ്ട്. അങ്ങോട്ടേക്ക് തള്ളി കയറി ചെല്ലുക, ആയിക്കോട്ടെ അവിഹിതമൊക്കെ ഓക്കെ, പക്ഷേ സോഷ്യൽ മീഡിയയിൽ ഈ ഒരു സാധനം ഇടുമ്പോൾ എന്താണ് നിങ്ങൾ ഉദ്ദേശിക്കുന്നത്? പ്രത്യേകിച്ച് ഇങ്ങനെ ഒരു കരക്കമ്പി ഉണ്ട്, നിങ്ങൾ എന്തോ പൈസ അയാളുടെ നിന്ന് ചോദിച്ചു എന്നുള്ളൊരു കരക്കമ്പിയൊക്കെ ഉണ്ട്. ഇനിയും പോട്ടെ, അത് വെറും കരക്കമ്പിയായിട്ട് നമുക്ക് തള്ളിക്കളയാം. എന്തിനാണ് ഇട്ട സാധനം നിങ്ങൾ മുക്കിയത്? എന്തിന് മുക്കി? വൈ? എന്തിന്? അതാണ് ചോദ്യം. ഓരോ സമയത്തെ ഓരോ ചിന്തയിൽ ഓരോ തോന്നിവാസങ്ങൾ കാണിച്ചു വെക്കും, എന്നിട്ട് പിന്നെ അത് ഡിലീറ്റ് ചെയ്ത് കളയേണ്ട ഒരു കാര്യവും. മനസ്സിലായോ? ഒരു കാര്യവും ഇല്ല. ഏകദേശം 1-2 മാസങ്ങൾക്ക് മുമ്പ് ഈ സജന ചേച്ചി പറഞ്ഞു വെച്ചേക്കുന്ന ഒരു കാര്യമുണ്ട്, നമുക്കിനി അത് കേൾക്കാം, എന്നിട്ട് വേണം ബാക്കി സംസാരിക്കാൻ. ഇതെല്ലാം പറഞ്ഞു പോകുന്നത് എനിക്ക് വയ്യ. അത് കഴിഞ്ഞിട്ടാണ് തീവ്രമായിട്ടാണ് ഓരോ കാര്യം, ഇവന്റെ കാര്യങ്ങൾ, പല കാര്യങ്ങളും ഞാൻ അറിയുന്നുണ്ട്. എൻ്റെ ലൈഫിൽ നിന്ന് എഴുതിവിട്ട ഞാൻ എന്തിനിവനെ ഞാൻ ഇതാക്കണം? എൻ്റെ ലൈഫിൽ ഒരാൾ വന്നിട്ടുണ്ടോ, വന്നിട്ടില്ലയോ, ഇനി ആര് വരുന്നോ, ഇവൻ എന്തിനറിയണം? ഇവൻ കാണിച്ചു കൂട്ടുന്ന പ്രോകൃതം ഞാൻ അതും കൂടെ ഇതിനകത്ത് മെൻഷൻ ചെയ്തിട്ടുണ്ട്. എനിക്ക് ഒരു കാര്യം വിവരം പറഞ്ഞിട്ടുണ്ട്, അതിന്റെ സത്യാവസ്ഥ ഞാൻ വിളിച്ചു തിരക്കിയിട്ടുണ്ട്. പക്ഷേ അതൊരു മൈനർ കേസാണ്. ഒരു 17 വയസ്സ് സ്വന്തം മകളുടെ പ്രായമുള്ള ഒരു കുഞ്ഞിനെ ഒരു ഹോട്ടലിൽ കൊണ്ട് ഇവൻ കൊണ്ട് ഉപയോഗിച്ചിട്ടുണ്ട്. ആ കുഞ്ഞിനെ പ്രേമമെന്ന് പറഞ്ഞ് നടിച്ചിട്ട് ആ കുഞ്ഞിനെ ഭയങ്കരമായിട്ട് ആ കൊച്ചു കുറേ ഗിഫ്റ്റുകൾ കൊടുത്തിട്ടുണ്ട്. അതിന്റെ പേരോ ഡീറ്റെയിലോ ഒന്നും ഞാൻ ഇവിടെ പറയുന്നില്ല, അതൊരു മൈനറാണ്. അത് എൻ്റെ അടുത്ത് റിക്വസ്റ്റ് ചെയ്യാണ്, എൻ്റെ പേരിൽ ഒരിക്കലും എൻ്റെ പേര് ഇതിനകത്ത് എടുത്തിടല്ലേ, എൻ്റെ പേരിനകത്ത് എനിക്ക് കല്യാണം കഴിക്കാനുള്ളതായി എനിക്ക് തെറ്റുപറ്റിപ്പോയതാ ഒരിക്കലും. ഞാൻ ആ കുഞ്ഞിനെ എൻ്റെ മകളെ പോലെ, അല്ലെങ്കിൽ ഫിറോസിന്റെ മകളെ ഞാൻ ഒരു മകളെ പോലെ, എൻ്റെ മകളെ പോലെ ഞാൻ കാണുവാണ്. ഫിറോസ് ഇത്താത്തക്കെതിരെ അവിടെ ഇവിടെയും തൊടാതെ കുറച്ച് കാര്യങ്ങൾ 1-2 മാസം മുമ്പൊക്കെ വന്നിരുന്ന് സംസാരിക്കുന്നുണ്ടായിരുന്നു. ആ സമയത്ത് നമ്മുടെ സജിനൂർ താത്ത ഇട്ട വീഡിയോ ആണ് ഇത്. അതിലവർ പറയുന്നത് കേട്ടല്ലോ, എൻ്റെ ലൈഫിൽ ആര് വന്നു ആര് പോന്നു ഇതൊന്നും തിരക്കേണ്ട കാര്യമില്ല, നീ എത്ര ഡീസൻ്റ് ആണോ, നീ മറ്റേ കൊച്ചിനെ അങ്ങനെ ചെയ്തില്ലേ, ഹോട്ടലിൽ വിളിച്ചില്ലേ. അപ്പോഴും ഇത്താത്ത ഒരു കാര്യം പറഞ്ഞു വരുന്നുണ്ട്, അല്ലെങ്കിൽ കാര്യം പറഞ്ഞ് നമ്മുടെ ഫ്രണ്ടിലേക്ക് ഇട്ട് തരുന്നുണ്ട്. എൻ്റെ ലൈഫിൽ എന്താണെന്നൊന്നും ആരും തിരക്കണ്ട, അവൻ്റെ ലൈഫിൽ ഇങ്ങനെയൊക്കെയാ. നിങ്ങളെന്തിനാ വല്ലവൻ്റെ ലൈഫിലെ കാര്യം പറയാൻ പോകുന്നത്? അവൻ നിങ്ങളുടെ പേരും പറഞ്ഞ് നിങ്ങൾ ഓപ്പണായിട്ട് അങ്ങോട്ട് മറ്റേ അടിച്ച് തന്നില്ലല്ലോ. അവസാനമൊക്കെ ആയപ്പോഴല്ലേ ചെറുതായിട്ട് നല്ല രീതിക്ക് കൊട്ടി തന്നു തുടങ്ങിയത്. അത് പുള്ളിക്കായിട്ട് പല പ്രശ്നങ്ങളും വരാൻ തുടങ്ങിയപ്പോഴല്ലേ. ഞാൻ അവനെ താങ്ങുമല്ല കേട്ടോ, ഒരു കാരണവശാലും ഈ ഫിറോസ് എനിക്ക് പണ്ട് എനിക്ക് ഇഷ്ടമല്ലാത്തൊരു ഐറ്റമാണ് ഫിറോസ് ഖാൻ, അത് വേറെ കാര്യം, മനസ്സിലായില്ലേ? ഒരിക്കലും അവനെ നമുക്ക് സപ്പോർട്ട് ചെയ്യാൻ പറ്റത്തില്ല. അതുപോലെ തന്നെ ഈ സ്ത്രീയെ സപ്പോർട്ട് ചെയ്യാൻ പറ്റത്തില്ല. കാരണം എന്താണെന്ന് ഞാൻ നേരത്തെ വ്യക്തമായിട്ട് പറഞ്ഞല്ലോ, വീണ്ടും ഇനി റിപ്പീറ്റ് ചെയ്യുന്നില്ല. ഇവരുടെ ഭാഗത്തും തെറ്റുണ്ട്. ഇവരിപ്പോൾ ഈ കാണിച്ചിരിക്കുന്നതും ഈ റസൂൽ പൂക്കുറ്റിയെ പിടിച്ചുകൊണ്ട് കാണിക്കുന്ന, സോഷ്യൽ മീഡിയ വഴി കാണിക്കുന്ന, എവിടെങ്കിലും ഒരിടത്ത് നിൽക്ക്, ഇന്ന് പോസ്റ്റ് ഇടും, നാളെ മൂക്കിക്കളയും. സത്യം എന്താ? അത് ആരുടെയാ? ഫോട്ടോ ഇങ്ങനെ വെക്കുന്നു, അത് കണ്ടിട്ട് ഞങ്ങളൊക്കെ ഊഹിച്ചെടുത്തോണം. എന്നിട്ട് നമ്മളിനി എന്തെങ്കിലും ഊഹിച്ചിട്ട് വല്ലതും പറഞ്ഞു കഴിഞ്ഞാൽ അതിൻ്റെ പേര് പിന്നെ കേസ്. സോഷ്യൽ മീഡിയയിലൊന്നും കാണിക്കുന്നത്, നിങ്ങളുടെ പേഴ്സണൽ ലൈഫിലോട്ട് നമ്മളാരും വരുന്നില്ല. ഞാൻ എന്തായാലും വരുന്നില്ല, എനിക്ക് താല്പര്യമില്ല. എന്തിനാ ഞാൻ നിങ്ങളുടെ പേഴ്സണൽ ലൈഫിൽ വരുന്നത്? പക്ഷെ സോഷ്യൽ മീഡിയയിൽ വന്ന് ഇങ്ങനത്തെ ഓരോന്നൊക്കെ കാണിച്ചിട്ട് രാവിലെ ആകുമ്പോൾ അത് ഡിലീറ്റും ചെയ്ത് കളഞ്ഞിട്ട് മുങ്ങിക്കളയാന്ന് വിചാരിച്ചു കഴിഞ്ഞാൽ ചേച്ചി നമ്മളെല്ലാവരും എടുത്തങ്ങ് താങ്ങും. മനസ്സിലായോ? ഇനി ചേച്ചിക്ക് പറയാനുള്ള കുറച്ചും കൂടെ കേക്ക്. വിൻഡോവിനകത്ത് വന്ന് പറഞ്ഞു, ഒരു ഇയറിനെ കുറിച്ച് പറഞ്ഞിട്ടുണ്ടായിരുന്നു, പറഞ്ഞു എന്തോ ഞങ്ങൾ പിരിഞ്ഞിട്ടുണ്ടായിരുന്നു എന്നുള്ളത്. അത് 2.5 വർഷം കഴിഞ്ഞിട്ടേ ഉള്ളൂ, 2.25 വർഷമായിട്ടേ ഉള്ളത് ആ വീഡിയോ വന്നിട്ട്. അതിനകത്ത് ഞാൻ വ്യക്തമായിട്ട് പറയുന്നുണ്ട്, ആ വീഡിയോ ക്ലിപ്പും കൂടെ നിങ്ങൾ ദയവ് ചെയ്തിടണം. ഞങ്ങൾ കുറേ നാളുകളായിട്ട് ഞങ്ങൾ പിരിഞ്ഞ് ജീവിക്കുകയാണ്.
ഞങ്ങളിപ്പം അത് പക്ഷെ പൂച്ചം സംസാരിക്കാൻ തുടങ്ങി, ആൾക്കാർ പറയാൻ തുടങ്ങി ഞങ്ങൾ ഡിവോഴ്സ് ആണെന്ന് പറയാൻ തുടങ്ങി. അത് പല വേറൊരു രീതിയിലോട്ട് ആവാതിരിക്കാൻ വേണ്ടി ഞാനിപ്പം വേദിയിൽ വന്ന് പറഞ്ഞു. ഞാനാണ് ആദ്യമായിട്ടൊരു മീഡിയയിൽ വന്ന് സംസാരിക്കുന്നത്. ഈ പറയുന്ന തെറ്റ് എൻ്റെ കയ്യിലാണെങ്കിൽ ഒരു കോമൺ സെൻസ് നിങ്ങൾ ചിന്തിച്ചാൽ മതി. ആ സമയത്ത് ഈ പറയുന്ന ആൾ എൻ്റെ കൂടെ ഉണ്ടെങ്കിൽ, ഞാൻ അതിന് വേണ്ടിയിട്ടാണ് ഈ വീഡിയോ ചെയ്യുന്നുണ്ടെങ്കിൽ, തൊട്ടുപുറകെ ഇയാൾക്ക് അറിയാവുന്ന കാര്യമല്ലേ, ഇയാൾ വെച്ചേക്കുമോ, ഇയാൾ ഇതെല്ലാം വന്ന് വിളിച്ച് പറയത്തില്ല ഇയാൾ. എനിക്ക് അങ്ങനെ ഒരു സാധനം ആ പുള്ളി എനിക്കിനി തെളിയിക്കാൻ എനിക്ക് ആകെപ്പാടെ എൻ്റെ ഒരു കൂട്ടുകാരിയുടെ മെസ്സേജുകൾ മാത്രമേ ഉള്ളൂ. ഞാനും പുള്ളിയായിട്ട് നമ്മളിപ്പോൾ പൊങ്ങച്ചത്തോടെ പറയും, ഈ പുള്ളിക്കാരനെ ഇത്ര വർഷമായിട്ട് എനിക്ക് പരിചയമാണ്, ഇത്ര വർഷമാണ്, അങ്ങനെ പറഞ്ഞു പോയിട്ടുണ്ടായിരിക്കും. ഞാൻ 4 വർഷമെന്നോ 5 വർഷമെന്നോ 10 വർഷമെന്നൊക്കെ ഞാൻ പറഞ്ഞിട്ടുണ്ടായിരിക്കാം. 10 വർഷമൊന്നും ഞാൻ പറഞ്ഞിട്ടില്ല. ഇനിയിപ്പോൾ അത് പിടിച്ചുകൊണ്ട് ആൾക്കാരുടെ അടുത്ത് പറയല്ലേ ദേവിയത്. ഇന്നത്തെ പറയുമ്പോൾ പേടിയാണ് സത്യം പറഞ്ഞാൽ. 4 വർഷത്തെ പരിചയം എന്ന് പറഞ്ഞു കാണുമായിരിക്കും. ആ സാധനം ഞാൻ തെളിവ് കാണിക്കാം. ഒറ്റ എന്നൊരു മൂവി സമയത്ത് ഞാൻ ഈ പറഞ്ഞ പുള്ളിയെ ഞാൻ പരിചയപ്പെടുന്നു. ആ സമയത്ത് അതിനകത്ത് ആ സിനിമയിൽ എൻ്റെ ഒരു കൂട്ടുകാരി പാടിയിട്ടുണ്ടായിരുന്നു. ആ പുള്ളിക്കാരിയുടെ ഒരു ഇതിനകത്ത് ഞാൻ കൂടെ പോയ സമയത്ത് ആ സമയത്ത് പുള്ളിക്കാരനെ ഒന്ന് കണ്ടിരുന്നു. ഞാൻ സാറെന്ന് പറഞ്ഞ് ഞാൻ നിന്നിട്ടുണ്ട്. അവിടെ ഞങ്ങൾ രണ്ടുപേരും കൂടെ നിന്ന് പുള്ളിക്കാരി പാട്ട് പറഞ്ഞ് ഞാൻ മിണ്ടിയിട്ട് പോലുമില്ല പുള്ളിക്കാരനടുത്ത്. അവിടെ നിന്ന് ഇറങ്ങിയപ്പം എന്നെ ആ ഒരു ക്യാരക്ടറിന്, അതായത് ലാസ്റ്റ് സ്കെഡ്യൂൾ ഒരു ആ സിനിമ കാണുന്നവർക്കറിയാം, അവസാന സ്ക്രീനിൽ ഞാനൊരു ഹെയർ ഹോസ്റ്റസ് ആയിട്ട് വന്നിട്ടുണ്ട്. അപ്പം ആ ഒരു അതായത് ഇൻഡിഗോടെ അല്ല, ഹെയർ ഇന്ത്യയോ ഹെയർ എക്സ്പ്രസ്സോ അതിൻ്റെ എന്താണ്ടൊരു എയർ ഹോസ്റ്റസ് മതി. എയർ ഇന്ത്യയുടെയോ എയർ എക്സ്പ്രസിൻ്റെയോ ഇൻഡിഗോടെയോ എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ ആയിക്കോ. സിനിമയിലും ഒക്കെ ഉണ്ടല്ലേ, നമ്മളാരും കണ്ടിട്ടില്ല കേട്ടോ. ഞാൻ കണ്ടിട്ടില്ല പ്രത്യേകിച്ച്. പോട്ടെ, ചിലപ്പോൾ ഈ പ്രിയപ്പെട്ടവരെ നിങ്ങൾ ആരെങ്കിലും ഒക്കെ കണ്ടിട്ടുണ്ടോ സജിന താത്തയെ? എന്താണെങ്കിലും അതല്ലല്ലോ നമ്മുടെ വിഷയം. നമ്മുടെ വിഷയം ഈ വന്നിരുന്നിടുന്ന പോസ്റ്റ്, അതായത് ഗർഭിണിയാണ്, സൈഡിൽ റസൂൽ പൂക്കുറ്റി, എന്നിട്ട് നേരത്തെ പറഞ്ഞു വെച്ചേക്കുന്നുണ്ടല്ലോ, അങ്ങനെ വലിയ ഇതൊന്നും ഇല്ല, അയ്യോ എന്തോ ഈ പറയുന്നേ, അങ്ങനൊന്നും ഇല്ല. പണ്ടത്തെ അന്ന് ഈ വിഷയം റസൂൽ പൂക്കുറ്റിയുടെ ഒരു ഫോട്ടോ എടുത്തിട്ടപ്പോഴാണ് ആൾക്കാരെല്ലാം ചോദിച്ചത് എങ്ങനെയാ ഡിങ്കോളിയാണോ എന്ന്. അല്ലല്ലോ, എനിക്കെന്തൊരു ഫോട്ടോ ഇട്ടൂടെ, അങ്ങനെയൊക്കെ ആയിരുന്നു. ഇപ്പോൾ വയറും കാണിച്ചു നിന്നിട്ട് 9 വീക്സ്, എന്നിട്ടും റസൂൽ പൂക്കുറ്റിയായിട്ടുള്ള ഫോട്ടോ. അല്ല, ഞങ്ങൾ എന്താ വിചാരിക്കേണ്ട, ഞങ്ങൾ എന്താ ഇത്താത്ത മനസ്സിലാക്കണ്ടേ? എന്നിട്ട് ഇന്ന് രാവിലെ അത് ഡിലീറ്റും ചെയ്ത് കളഞ്ഞു. നിങ്ങൾ ആളെ പൊട്ടനാക്കുവാണോ? വല്ലതും ചോദിച്ചു കഴിഞ്ഞാൽ നമ്മളൊക്കെ പ്രശ്നക്കാരും. അതെങ്ങനെയാണെന്ന് എനിക്ക് ഇപ്പോഴും മനസ്സിലാവുന്നില്ല. പ്രിയങ്കരിയായ സജിനത്താത്ത, എന്താണെങ്കിലും ഞാൻ നേരത്തെ കാണിച്ചു തന്ന ആ ഫോട്ടോ ഉണ്ടല്ലോ, അത് ഇവരുടെ ഇൻസ്റ്റഗ്രാം ഞാൻ തുറന്നു നോക്കിയപ്പോഴത്തേക്ക് അതിനകത്തില്ല. കണ്ടോ? ഇന്നലെ ഉണ്ടായിരുന്നു, ഇന്നത് കാണുന്നില്ല. ഇത്താത്ത അത് മുക്കിക്കളഞ്ഞു. ഞാൻ വെറുതെ വിട്ടിരുന്ന് പറയുകയല്ല. ഇന്നലെ അവിടെ കിടന്നത് ഇവിടെ ഞാൻ കാണിച്ചു തരാം. അതിൻ്റെ കമൻറ്റ് ബോക്സും അവിടെ കിടപ്പുണ്ട്. സീക്രട്ട് അതിൻ്റെ കമൻറ്റാണ് ഫസ്റ്റ് കിടക്കുന്നത്. കൺഗ്രാജുലേഷൻ, പൂക്കി വിട്ടതാ. എന്തോ എനിക്ക് അങ്ങോട്ട് മനസ്സിലായില്ല. പൂക്കുറ്റി ഇഷ്ടം പോലെ പൂക്കുറ്റി പൂത്തു, എന്തോ എനിക്ക് അങ്ങോട്ട് മനസ്സിലായില്ല. പ്രഗ്നൻ്റ്, പ്രഗ്നൻ്റ് ആണ്. ആ കുട്ടിയുടെ ഫാദർ ആണ് അയാൾക്ക് വേറെ ഭാര്യയും കുട്ടിയുണ്ട്. ചിലപ്പോൾ ഡിവോഴ്സ് ആയി കാണും. ഡിവോഴ്സ് ആയതൊന്നും നമ്മൾ അറിഞ്ഞിട്ടില്ല കേട്ടോ, എനിക്കറിഞ്ഞൂടാ. അങ്ങനെ ഓസ്കാർ വിന്നർ ലക്കി ഗേൾ ഒരു ഭ്രാന്തൻ്റെ കയ്യിൽ നിന്നും രക്ഷപ്പെട്ടു വന്നതാ. അങ്ങനെ പല തരത്തിലുള്ള കമൻറ്റുകൾ ആൾക്കാർ. കൺഗ്രാജുലേഷൻ ഡിയർ, നിനക്ക് സമാധാനം കിട്ടുന്നത് ആരുടെ കൂടെയാണോ അവരുടെ കൂടെ ജീവിക്കുക. അർഹതയില്ലാത്തൊരു പറയുന്നത് മൈൻഡ് ചെയ്യണ്ട, നിന്റെ ജീവിതമാണ്, നിനക്കായി. അപ്പം സമാധാനം കിട്ടുന്നവരുടെ കൂടെ ജീവിക്കുക, അതിനകത്തൊരു തെറ്റില്ല. പക്ഷെ എത്ര പേരുടെ കൂടെ സമാധാനം തേടി പോകും എന്നുള്ളതാണ് എൻ്റെ ഒരു ചോദ്യം. ഒരാളുടെ അടുക്ക ചെന്നു, നടപ്പില്ല. അടുത്ത ആളുടെ അടുക്ക ചെന്നു, അവിടെയും പ്രശ്നം, ടോക്സിക്. വീണ്ടും പോണു. അല്ല, ആ സ്വഭാവം അത്ര നല്ല സ്വഭാവമാണോ? എനിക്കറിയാൻ പാടില്ലായിട്ട് ചോദിക്കുക. അതത്ര നല്ല സ്വഭാവമാണോ? എന്തോ അതൊക്കെ ഓരോരുത്തരുടെ ഇഷ്ടം. ഞാൻ അതിനകത്ത് കൂടുതലൊന്നും പറയുന്നില്ല. പക്ഷേ എൻ്റെ പൊന്ന് സജിനൂർ താത്ത, നാട്ടുകാരെ പറ്റിക്കുന്ന രീതിയിലുള്ള ഈ പോസ്റ്റർ പരിപാടിയും കൊണ്ട് ഇറങ്ങരുത്. ഒന്നുകിൽ അത് അവിടെ ഇട്ടേക്കുക. ഇതിട്ട് കുറച്ച് കഴിയുമ്പോൾ എവിടുന്നോ എന്തോ കേട്ടെന്ന് തോന്നുന്നു, എല്ലാം കൂടെ മുക്കിയിട്ട് ഓടിക്കളഞ്ഞു. നാണക്കേട്. ഞാൻ എൻ്റെ അഭിപ്രായം ഞാൻ പറഞ്ഞു. പ്രിയപ്പെട്ടവരെ, നിങ്ങളുടെ അഭിപ്രായങ്ങൾ താഴെ കമൻറ്റ് ബോക്സിൽ. അടുത്ത വീഡിയോ ആയിട്ട് നമുക്ക് എത്രയും പെട്ടെന്ന് കാണാം. അടുത്ത വീഡിയോ ആയിട്ട് കാണുന്നവരേക്കും സ്റ്റേ ട്യൂൺഡ് ആൻഡ് സ്റ്റേ വിയേർഡ്.